പണം പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു നേരത്തെ തന്നെ പറയാം. പിന്നെ ഇത് 4K ഉണ്ട്, ഏകദേശം അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമല്ല ഉണ്ട് സൗണ്ട്. കാരണം നമ്മളൊരു തിയേറ്ററിൽ നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്ത് പറയാൻ നമ്മൾ കാണുമ്പോൾ ഒരു ത്രില്ലുണ്ട്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ എന്താ കുറച്ച് സീൻസ് കട്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ഫൈറ്റ് സീൻസ് പിന്നെ കുറച്ച് കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് തോന്നി. കാരണം അത് കട്ടാക്കുന്നതിൽ കാര്യമില്ല, നെറ്റ്വർക്കിൻ്റെ കട്ടാക്കിയായിരിക്കും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രോ ഫൈറ്റ് സീൻ കട്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊന്നും കുഴപ്പമില്ല. അത് ഇപ്പോൾ സീൻസ് കട്ട് ചെയ്ത് മാത്രം അത്രയും ഡ്രോബാക്ക് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഷോപ്പിലെല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സീൻസ് വെക്കാറില്ല. അത് കട്ട് ചെയ്യുന്നൊരു ഇതായിട്ട് ഡ്രോബാക്ക് ഉണ്ട്. വേറെ എല്ലാം കുഴപ്പം. ബാക്കിയുള്ള 4K സൂപ്പർ അടിപൊളിയാണ്, മേക്കിങ്ങിലെ സൂപ്പർ, സൗണ്ട് പിക്സ് എല്ലാം സൂപ്പർ. പണ്ടിറങ്ങിയ ദേവദൂതനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇതിനകത്തുണ്ട്? ഉണ്ട് സൗണ്ട് എഫക്ട്സ്. കാരണം നമ്മൾ പണ്ടിറങ്ങിയ 4K ഇറക്കിയപ്പോൾ അതിൻ്റെ വ്യത്യാസം. കാരണം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കണ്ടില്ല, നമ്മൾ പഠിക്കുന്നില്ല. അപ്പം ആ സെയിം എഫക്റ്റ് തന്നെ ഈ സൗണ്ടിലുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ എഫക്ട്സ്, അതിൻ്റെ മ്യൂസിക്കിൻ്റെ സംഭവം സൂപ്പറാണ്. കാരണം 4K മേക്കിങ് സൂപ്പറാണ്. പിന്നെ നമ്മൾ ഇത് തിയേറ്ററിൽ കണ്ടിട്ടില്ല, അത് തിയേറ്റർ നമ്മൾ ഫസ്റ്റ് ടൈമിലാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ അടിപൊളിയാണ്. ഇതിൻ്റെ സീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? സീൻ ആരിയില്ല, സീൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫൈറ്റ് സീൻ കട്ടാക്കിയിട്ടുണ്ട്, ഫൈറ്റ് സീൻ കട്ടാക്കിയിട്ടുണ്ട്. ജഗതി ചേട്ടൻ്റെ വിഷയമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഉണ്ട് കട്ട് ചെയ്ത്. അതേപോലെ കുറച്ച് സീൻസ് ഞാൻ എല്ലാം പറഞ്ഞില്ലല്ലോ, കുറച്ച് സീൻസ് കട്ടാക്കിയിട്ട് അതിൻ്റെ ഡ്രോബാക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. വേറെ ആ സീൻസ് നല്ല മെയിൻ സീൻസാണ്, അതൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. അത് കട്ടാക്കി ഡ്രോബാക്കി അക്കാലത്ത് പോലും അധികം ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ പല പടത്തിൽ ഇപ്പോൾ ആക്ഷൻ സീനുകൊണ്ട് അങ്ങനെ പല സാധനം കൊണ്ട് നമുക്ക് ഇമോഷണലി ഒരു ഗൂസ്പം ഉണ്ടാവും. പക്ഷേ ഒരു മ്യൂസിക്കൽ പരമായിട്ട് ഈ പടം റീമാസ്റ്റർ ചെയ്തത് തന്നെ അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതിനൊരു മ്യൂസിക്കിൻ്റെ പ്രത്യേകതയാണ്, വിദ്യാസാഗറിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ പ്രത്യേകതയാണ്. ഇതിനകത്ത് ഈ 7 ബൈസ് കാണാമെങ്കിൽ ആളുടെ അത് നമ്മളിപ്പോൾ അത്ര അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ്പം സംഭവമാണ്. അത് മ്യൂസിക് മിക്സ് ചെയ്തിട്ട് ആ ഒരു ലെവലിലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ സിനിമ പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മാസം മിക്സാക്കിയിട്ട്, അപ്പം അന്ന് 2.5 മണിക്കൂറോളം ഒരു സിനിമ അതിനകത്ത് വേണ്ടാത്ത ഒരുപാട് 10-20 മിനിറ്റോളം ഉള്ള സീനുകൾ വെട്ടിക്കുറച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കിയത്. ശരിക്കും സിനിമയിൽ ഹെവൻലി മെസ്സഞ്ചറായിട്ട് വരുന്നതാണ് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ അതിന് വേണ്ടാത്ത സീനെല്ലാം മാറ്റി ആ പടത്തിൻ്റെ ഉദ്ദേശമാണോ ആ സിനിമയിലേക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് ഈ പടത്തിൽ ഏറ്റവും ബെസ്റ്റ് കഷ്ടം പറഞ്ഞ സംഭവം അത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ആ സ്പടിക കണ്ട് ഓൾറെഡി തിയേറ്ററിൽ കണ്ട അതുപോലെ ടി വിയിലും അധികം ടെലികാസ്റ്റ് പടമല്ല, അതുപോലെ അന്നത്തെ കാലത്ത് പടത്തിൽ തിയേറ്റർ വിജയിച്ച പടമല്ല. ഇത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വരുമ്പോൾ മസ്റ്റായിട്ട് വേറെ മസ്റ്റായിട്ട് തിയേറ്റർ ഡിമാൻഡിങ് ഈ അടുത്തിറങ്ങിയ മലയാള സിനിമയിൽ ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോ മ്യൂസിക്കും ക്ലാരിറ്റിയാണ്. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ലാലേട്ടന് പോകാനുള്ള മിസ്സായിട്ട് ഇമോഷനല്ല. കാരണം വിദ്യാഭ്യാസം നമുക്ക് ലാലേട്ടൻ്റെ എല്ലാം കാരണം നമ്മുടെ സിറ്റിയിൽ മലയാള സിനിമയിൽ എല്ലാ മഹാനുഭാവം പണം എന്ത് അങ്ങനെയുള്ള ആ രീതിയിൽ വേറെ ലെവലൊക്കെ മനസ്സിലാക്കാൻ പണ്ടൊക്കെ ഇതിൻ്റെ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടൊക്കെയാണ്. ടി വിയിൽ കണ്ടൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതുപോലെ അല്ലല്ലോ, ഇത്രയും ആൾക്കാരുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരുന്ന കാണുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് വീണ്ടും ഭാഗ്യം കിട്ടി. ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് വന്ന് കാണാൻ. 24 വർഷം പരാജയപ്പെട്ടതാണ്. അങ്ങനെയാണല്ലോ പല സിനിമകളും, അങ്ങനെയാണല്ലോ പരാജയപ്പെട്ടത്. ഇപ്പോൾ വന്ന് ഇതെന്തായാലും മസ്റ്റ് വാച്ച് തന്നെ ഞാൻ പറയും. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ കണ്ടിരിക്കണം. 24 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രായമായിട്ടില്ല. എന്നാലും എനിക്കൊക്കെ ഇത് ഞങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഒരു രസം കൂടെ കാണും, എന്നാലാണ് നമുക്ക് എല്ലാം ഒന്ന് കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അടിപൊളി പടം, ഒരു രസമില്ല. പടം കോമഡിയാണ്. നമുക്ക് കണ്ടിരിക്കാൻ കുറേ നേരത്തെ മൂവിയിൽ നിന്നും എല്ലാം കുറേ എന്താ പറയുക റെഫറൻസ് ഒക്കെ കുറേ വരുന്നുണ്ട്. അപ്പം അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല, ഒരു രസം കൂടെ കാണാം. അടിപൊളി എക്സ്പീരിയൻസ്. പുതിയൊരു ഇപ്പോൾ MCU ഇരിക്കുന്ന ഫുള്ള് എന്താ പറയുക ആക്ഷൻ, ടോപ്പ് നോച്ച് ആക്ഷനാണ് MCU റീസെൻ്റായിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോറി, പിന്നെ ആക്ടിങ്, എല്ലാവരുടെയും ആക്ടിങ്, കോമഡി എല്ലാം അടിപൊളി എക്സ്പീരിയൻസ്. ആഘോഷിക്കാനുള്ള എല്ലാ സ്റ്റഫുണ്ട്.
ആൻഡ് നോ സ്പോയിലേഴ്സ് എല്ലാവരും വീട്ടിൽ വെക്കുന്നത് കാരണം ഇഷ്ടം പോലെ ആഘോഷിക്കാറുണ്ട്. ഇറ്റ്സ് സോ ഫക്കിംഗ് ഗുഡ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? Haven't seen anything this exciting in a really long time. So good, so good. Must watch. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് വാക്കുകൾ പറഞ്ഞു. ഒന്നും പറയാനില്ല. ഗിരിജമ്മ I was cooking, so I'm not well. നല്ല രീതിയിൽ വർക്കൗട്ടാണ്. നല്ല രീതിയിൽ വർക്കൗട്ട്